ഹലോ ഗൈസ്, അപ്പൊ നാം വന്നിട്ടുള്ളത് നമ്മുടെ പാണ്ഡ്യ എന്ന നാട്ടിലെ ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. അപ്പൊ അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ്. നമ്മൾ ഫോറസ്റ്റ് കാട്ടിനുള്ളിലാണ് നമ്മൾ ഉള്ളത്. അപ്പോ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഞാൻ ഒറ്റക്ക തന്നെയാണ് വന്നത്. അപ്പൊ സംഭവം നമുക്ക് കാണാം എന്താണ് ഇവിടെ ഉള്ളതെന്ന്. നോക്ക്, സംഭവം ഇവിടെ വഴിയൊക്കെ കുറച്ച് റിസ്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മുടെ പാണ്ഡ്യയിലാണ്. സംഭവം നോക്കൂ, ഇവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ നോക്കൂ, എന്ത് രസമാണെന്ന്. ഇത് നിങ്ങൾക്കുള്ളതാണ് കേസ്. എന്താ വൈബല, ഇതാണ് സംഭവം. ഇത് കുറെ വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന സംഭവം കൂടിയാണ്. ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിട്ട് സംഭവം റിസ്ക് എടുക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. സംഭവം ഇവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒന്നും പറയണ്ടല്ലോ, ഇവിടെ സംഭവം അടിപൊളിയാണ്. ഇത് പാണ്ഡ്യയിലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. ഇത്ര മനോഹരമായ കാഴ്ച ഇവിടെ ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ ഞാനിപ്പോ ഇതിനിടയ്ക്ക് വന്നായിരുന്നു. അപ്പൊ സംഭവം ഞാൻ വ്ലോഗ് ഒന്നും എടുത്തില്ല, ഇങ്ങനെ വന്നതാണ്. ഈ സംഭവം ഇവിടുത്തെ ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നും മിസ് ചെയ്യേണ്ട. സംഭവം ഇടയ്ക്ക് വന്നിട്ട് ഫ്രീ കിട്ടുമ്പോൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് സ്പെൻഡ് ചെയ്ത് പോവാ. സംഭവം അടിപൊളിയാണ്. ഒറ്റയ്ക്ക് വന്നാലും ഇനി ഫ്രണ്ട്സിനെ കൂട്ടി വന്നാലും ഒരു സമാധാനം ഉണ്ട് എന്നതാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വരുമ്പോഴുള്ള ഒരു എന്താ പറയാ യാഥാർത്ഥ്യം. നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകുന്ന വെള്ളം, വെള്ളച്ചാട്ടത്തിന്റെ എത്തുന്നതിന് മുമ്പുള്ള വെള്ളം കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇവിടെ അത്യാവശ്യം ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടുത്തെ ജനങ്ങള് ഈ നാട്ടിലത്തെ ജനങ്ങള് കുളിക്കാൻ വരുന്നുണ്ട്, പിന്നെ അലക്കാൻ വരുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോൾ. അപ്പോ ഇവിടെ സംഭവം വെള്ളമൊക്കെ നല്ല വെള്ളമാണ് എന്നാണ് പറയുന്നത്. ഇത് ഈ വെള്ളമാണ് സംഭവം നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത്. ഈ വെള്ളമാണ് നമ്മുടെ വെള്ളച്ചാട്ടമുണ്ടല്ലോ, വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്ന വെള്ളമാണ്. ഇവിടുത്തെ വെള്ളം വരുന്നത് കാണാൻ സംഭവം നല്ല അടിപൊളിയാണ്, നല്ല ഒരു രസമൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ വെള്ളം ഇവിടം വരെ മാത്രമാണ് ഇവിടെ നിന്ന് വരുന്നത്. ഈ ജലം എവിടെ നിന്ന് ഒഴുകുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് വരുന്നത്. ഇതൊരു തുരങ്കമാണെന്ന് തോന്നുന്നു. വേനൽക്കാലത്ത് എടുത്ത തുരങ്കം പോലത്തെ തുരങ്കങ്ങള് ഇതിനകത്തുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഇവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്. ഇവിടെയാണ് സംഭവം ഉള്ളത്. ഇവിടെ കുറെ വർഷങ്ങളായി, ഞാനിപ്പോ 2-3 വർഷമായി കണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ഇത്. തുരങ്കം ഉണ്ട് എന്നറിയുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ്. ഇനിയിപ്പോ ഇത് തുരങ്കമാണോ അല്ല ഉറവ് പറ്റിക്ക് വരുന്നതെന്ന് പറയുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും വരുന്നതാണോ എന്നും എനിക്കറിയില്ല. അതും നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോ സംഭവം ഇവിടെ തന്നെയാണ് വെള്ളം വരുന്നത്. ഇവിടെ നിന്ന് വന്നിട്ട് നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കടന്ന്, അപ്പൊ അത്ര ശക്തമായ വെള്ളം വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇനി കുറച്ച് മഴക്കാലമായാൽ, ഇനി നല്ലൊരു 2-3 ദിവസം നല്ല മഴ പെയ്താൽ, ശക്തമായ മഴ പെയ്താൽ ഇതിനകത്ത് നിന്ന് അങ്ങ് ഒഴുകി കലക്ക് വെള്ളം, ചളിവെള്ളമൊക്കെയാണ് ഒഴുകി വരുന്നത്. അപ്പൊ ഗൈസ്, നമ്മളെ വീഡിയോ ഇന്ന് ഇത്ര മാത്രമാണ്. അപ്പോൾ ഇനി നാളെ ഒരു വീഡിയോയുമായി, നല്ലൊരു വീഡിയോയുമായി നമ്മൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.